അതിജീവനത്തിന് ഒരു രുചിയുണ്ടെങ്കിൽ ഈ ചായയ്ക്ക് അതുണ്ട്. മഹാദുരന്തത്തിൻ്റെ അതിജീവിക്കുന്ന മുഖങ്ങളിലൊന്നായ നൗഫലിൻ്റെ ജൂലൈ 30 എന്ന ഹോട്ടലിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പുറത്ത് മഴ ആർത്തിരമ്പുന്നുണ്ട്. ദുരന്തം നടന്നതിൻ്റെ 2ാം നാളാണ് നൗഫൽ മുണ്ടക്കൈയിലെത്തിയത്. പൊട്ടി അന്ന് രാത്രി കയറി പിറ്റേന്ന് രാവിലെ ഞാനിവിടെ എത്തി. വന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ തരിച്ചുപോയി. എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ കയറി ഇരിക്കും അല്ലെങ്കിൽ എവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു ഇതായിരുന്നു. എൻ്റെ മകളെയും കൂടി ഇങ്ങോട്ട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പിടുത്തും വിട്ട്. പിന്നെ വാപ്പാനെയും ഉമ്മാനെയും തലേന്ന് കിട്ടിയെന്നും പറഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട്. പലരും ചേർത്തു പിടിച്ചു, പേരറിയാത്തവർ പോലും. ഞാൻ ഇന്ന് വരെ കാണാത്ത ആളുകളാണ് എന്നെ വന്നിട്ട് സാന്ത്വനിപ്പിച്ചതും സഹായിച്ചതും സംരക്ഷിച്ചതും ഭക്ഷണം തന്നതും എല്ലാം. ജൂലൈ 30 എന്ന ഈ ഹോട്ടൽ മുണ്ടക്കൈയിലെ ചെറുപ്പക്കാരുടെ ഒത്തുചേരൽ ഇടം കൂടിയാകുന്നു ഇപ്പോൾ. മുണ്ടക്കൈയിൽ എന്താണോ അവർ കാണിച്ചിരുന്നത് അതുപോലെ അവർ ഇവിടെ ഇരുന്ന് കാണിക്കും. അത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളെ നാട് പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ വരും.